ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഈ ബിസിനസ് കൊള്ളാവുന്നതാണ്. അവരനുകൂലിച്ച നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടി വരും. അതെ, എന്നാ പിന്നെ നമുക്ക് ആദ്യം അവരോട് തന്നെ പറയാം. ആദ്യം പച്ചക്കറി കൃഷി, പിന്നെ മീൻ കൃഷി. വന്നിപ്പതാ തുണിക്കച്ചവടവും ആയി. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും ഓളം ഉണ്ടോ? എന്തിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. ഇവളെ പോലുള്ളവര് എന്ത് ചെയ്താലും ഗുണം പിടിക്കില്ല. മുടക്കുന്ന കാശ് പോവും, അത്രേ ഉള്ളൂ. അതെ, ആദ്യം ഒന്ന് നിലത്ത് നിൽക്കാൻ പഠിക്കണം, എന്നിട്ട് വേണം പറക്കാൻ. ആന വാ പൊളിക്കുന്നത് കണ്ടിട്ടേ അണ്ണാൻ വാ പൊളിച്ചാലേ കീറിപ്പോ. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ ഇനി ബിസിനസ്? വലിയ വക്കീലിനെ അല്ലേ കെട്ടാൻ പോകുന്നേ? ഫീസായി 1000-ഉം 10,000-ങ്ങളും കിട്ടുമല്ലോ, അതുപോരെ? നിനക്ക് ജോലി വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ഞാൻ വിചാരിച്ച കിട്ടാത്ത പണികളുണ്ടോ? എന്ത് ജോലിയാ? എന്ത് വേണം? എന്നാ പിന്നെ ഒരു മജിസ്ട്രേറ്റ് ആക്കാൻ പറ്റുമോ എന്നെ? അല്ല, എനിക്ക് 1-2 പേരെ ഒന്ന് ശിക്ഷിക്കാനുണ്ടായിരുന്നേ. കളിയാക്കണ്ട. ഞാൻ വിചാരിച്ചാലേ നടക്കാത്ത കാര്യങ്ങളില്ല ഈ നഗരത്തിൽ. അതെങ്ങനെയാ? ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാ ഒപ്പ പരിഹസിച്ചോളൂ. ഈ പ്രഭമോള് നിസ്സാരക്കാരിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? അവർക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ടെന്ന് നിനക്കറിയാവോ? ഇല്ല, മുത്തശ്ശിക്കറിയോ? അത് പിന്നെ എന്തിനാ അതൊക്കെ ഓർത്തിരിക്കുന്നെ? കോടീശ്വരി ആണല്ലോ, അതുപോരെ? എന്നാലേ ഈ കോടിയ ഈശ്വരി തരുന്ന ജോലി എന്റെ മോക്ക് വേണ്ട. എന്റെ മോളെ അവക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. പച്ചക്കറി കൃഷി നടത്തുവോ, മീൻ വളർത്തുവോ, തുണിക്കച്ചവടം നടത്തുവോ, എന്ത് വേണേലും ചെയ്തോട്ടെ. ആരെങ്കിലും കൊടുക്കുന്ന ഔദാര്യം കൊണ്ട് എന്റെ മോക്ക് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരത് മോന്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ ആർക്കെങ്കിലും ജോലി കൊടുത്താലേ തൃപ്തിയാവുള്ളൂ എന്നുണ്ടെങ്കിലേ ഒരു പണിയില്ലാതെ എൻ്റെ അമ്മ വിട്ടിരിപ്പുണ്ട്. വലിയ അരിമുറുക്ക് കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താ ജോലി കൊടുക്കുന്നതിൻ്റെ 4-ാം പൊക്കം ആ കമ്പനി കൂട്ടി മുതലാളി കുത്തുപാളയെടുത്ത് പണ്ടാറടങ്ങി പോകുന്നതാണ്. കളിയാക്കിയാലുണ്ടല്ലോ, നമുക്ക് കാണാം നിന്റെ തുണിക്കച്ചവടം എങ്ങനെ പോകും. ഗംഭീരമായിട്ട് തന്നെ പോകും അമ്മേ. അമ്മയല്ല, ദേവിക മോളാ നടത്തുന്നേ. മോളെന്ത് നടത്തിയാലും വിജയിക്കും. കാരണം അത്ര നല്ല മനസ്സാ എൻ്റെ മോടെ. അമ്മയ്ക്കില്ലാത്തതും അതാ. അയ്യേ, മോള് വാ. ഏട്ടാ, എന്ത് വേണം? ഒന്നും വേണ്ട, ഒരു വിവരം പറയാൻ വേണ്ടി വന്നതാ. മനസ്സ് വിഷമിപ്പിക്കുന്ന വല്ലതാണെങ്കിൽ പറയണ്ട, കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും അല്ല ഏട്ടാ, സന്തോഷം തരുന്ന വാർത്തയാ. സന്തോഷം തരുന്ന വാർത്തയോ? അത് നീ അത് അത്ഭുതമാണല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ഏട്ടനെ ഇഷ്ടമൊക്കെ തന്നെയാ. നുണയൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല കാഞ്ചനെ. നീ വന്നതെന്തിനാണെന്ന് പറ. ഞങ്ങളെ ആ കേസ് പിൻവലിച്ചു. ഏത് കേസ്? ഏട്ടനെതിരെ ഞാനും വിശാലും കൂടി കൊടുത്തിരുന്നില്ലേ ആ കേസ്. അത് പിൻവലിച്ചോ? അതെ. നീ എന്നെ പറ്റിക്കാൻ പറഞ്ഞതൊന്നുമല്ലല്ലോ അല്ലേ? അന്വേഷിച്ചു നോക്ക്, അപ്പൊ അറിയാ സത്യം. ഒന്നും കാണാതെ നീയും നിന്റെ മകനും അങ്ങനെയൊന്നും ചെയ്യില്ല.
എന്താടി വേറെ എന്തെങ്കിലും കെണിയൊപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്? അല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ ചെയ്തേ. വഴക്കൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾ തീരുമാനിച്ചാൽ പോരല്ലോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? ഏട്ടൻ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ചെയ്തു. അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് ഏട്ടനെ വിട്ടിരിക്കുന്നു. നിങ്ങളായതുകൊണ്ടാ, പ്രത്യേകിച്ച് നിന്റെ മോൻ. അവനിപ്പോ നന്നായി ഏട്ടാ, പഴയ പോലൊന്നും അല്ല. എങ്കിലും അവന് കൊള്ളാം. എന്നുവെച്ച് പഴയതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മറക്കുമെന്ന് അവൻ കരുതണ്ട. അറിയാമല്ലോ അവൻ എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങളൊക്കെ. അതൊക്കെ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമെങ്കിൽ സമയമെടുക്കും. ഏട്ടൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഞങ്ങളോട് പുറത്തില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങളുടെ കടമ ഞങ്ങൾ ചെയ്തു. ഇനിയെല്ലാം ഏട്ടന്റെ ഇഷ്ടം പോലെ. പെട്ടെന്നെല്ലാം അവർക്ക് അനുകൂലമായി അല്ലേ കൈമളെ? വീട് തിരിച്ചു കിട്ടി, ഹോസ്പിറ്റലിനെതിരെയുള്ള കേസുകളെല്ലാം പിൻവലിക്കപ്പെട്ടു. നഷ്ടപ്പെട്ട ആ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും ജയശങ്കർ വരുന്നത് പോലൊരു തോന്നല്. ആ ശരിയാണ്, അങ്ങനെ വേണം കരുതാൻ. അങ്ങനെ ഇപ്പൊ കരുതണ്ട. ഈ തങ്കച്ചി ജീവിച്ചിരിക്കുമ്പോ ഞാൻ അതിന് സമ്മതിക്കില്ല. ജയശങ്കറിനെ മുട്ടുകുത്തിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനെന്ത് ചെയ്യാൻ പറ്റോ അത് ഞാൻ ചെയ്യും. വേണ്ടതാണ്, പക്ഷെ എങ്ങനെ? അതല്ലേ അറിയാത്തത്. എല്ലാരും ജയശങ്കറിന്റെ കൂടെ നിന്നാലും ഒരാള് മാത്രം അതിന് തയ്യാറാവില്ല. അവൾ സിദ്ധുവിനും എതിരാണ്. അവളെ വേണം നമ്മളിനി ഉപയോഗിക്കാൻ. ആര്? ആ ചന്ദ്രലേഖയോ? അതെ, ചന്ദ്രലേഖ. താഴെപ്പെടുന്നെന്ന് തോന്നിയാൽ ഏത് പെണ്ണാണ് കൈമളെ പ്രതികാരം ചെയ്യാത്തത്? ഒന്നുമില്ലെങ്കിലും അവള് നടേശന്റെ മോളല്ലേ. ആ ചോരയുടെ ഗുണം അവള് കാണിക്കാതിരിക്കോ? മാഡം പറഞ്ഞു വരുന്നത്? ചന്ദ്രലേഖയെ നമ്മുടെ കൂടെ നിർത്തണം. സിദ്ധു വക്കീലും ആ ദേവികയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ. അത് പൊളിക്കാൻ ചന്ദ്രലേഖയ്ക്ക് ഒരു സഹായം ആവശ്യമുണ്ടാവും. ആ സഹായം നമ്മൾ കൊടുത്താ നമുക്കൊരാവശ്യം വരുമ്പോ ചന്ദ്രലേഖ തിരിച്ചും സഹായിക്കില്ലേ? എന്താ ബുദ്ധി! മാഡം ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആളായിരുന്നു. എങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയായനെ. അതിന് ഇനിയും സമയമുണ്ടല്ലോ കൈമളെ. ഒരവസരം വരുമ്പോ അതും നോക്കാം.